PV അൻവറിന്റെ പുതിയ ആവശ്യങ്ങൾ കേൾക്കുമ്പോൾ അൻവറുമായി ചർച്ച നടത്തേണ്ടിയിരുന്നില്ലെന്ന് തോന്നിയതായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഭാവിയിലും അൻവറിനെ മുന്നണിയിൽ എടുക്കാനുള്ള സാധ്യതകൾ കാണുന്നില്ല. പെൻഷൻ കുടിശ്ശിക ഒന്നിച്ച് നൽകുന്നത് കൈക്കൂലിയാണെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു. ദേശീയപാത നിർമ്മാണത്തിൽ വൻ അഴിമതിയാണ് നടന്നത്. ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും രമേശ് ചെന്നിത്തല ന്യൂസ് 18നോട് പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ നമുക്കൊപ്പം കോൺഗ്രസ് നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയുണ്ട്. റോഡിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞപ്പോൾ വലിയ ആഹ്ലാദമാണ് UDF ക്യാമ്പിനെന്ന് പറയുന്നത്. ഞങ്ങൾ ആഹ്ലാദിക്കുകയാണോ? ജനങ്ങളുടെ ജീവന് വില പറയുന്ന നടപടിയല്ല ഇത്. ഇവിടെ ദേശീയപാത 66 നിർമ്മാണ പ്രവർത്തനങ്ങൾ വന്നിരിക്കുന്ന ഗുരുതരമായ അഴിമതിയല്ലേ? വെങ്ങളം മുതൽ അഴിയൂർ വരെ ഉള്ള ഭാഗത്താണ് ഏറ്റവും വലിയ കുഴപ്പമുണ്ടായത്. അതിൻ്റെ കരാർ ഉറപ്പിച്ചത് അദാനിയുമായിട്ടാണ്. 1838 കോടിക്കാണ്. സബ് കോൺട്രാക്ട് കൊടുത്തപ്പോൾ അത് കുറഞ്ഞ് 971 അദാനിക്ക് അതിൽ നിന്ന് 867 കോടി രൂപ ലാഭം കിട്ടി. ആ 867 കോടി രൂപ കൂടി ഈ റോഡിൽ ചെലവഴിച്ചിരുന്നെങ്കിൽ ഈ അപകടം ഉണ്ടാകുമായിരുന്നില്ല. ഒരു റീച്ചിന് 22 റീച്ച് കൊണ്ടിരിക്കും. ഇവിടെ കൂരിയാട് മേൽപ്പാലം താഴെ വീണു. ഞങ്ങൾ പറയണ്ടേ? ഇതൊന്നും പറയാനുള്ള ധൈര്യം മുഹമ്മദ് റിയാസിനും മുഖ്യമന്ത്രിക്കും ഡൽഹി പോയപ്പോൾ കിട്ടിയില്ല. സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് പറഞ്ഞ പോലെ ഗഡ്കരിയെ കണ്ടപ്പം അവരൊരു അക്ഷരം പറഞ്ഞില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അവർ ഈ അഴിമതിയെ പിന്തുണയ്ക്കുന്നു ഉള്ളതല്ലേ? അദാനി ഈസ് മൈ പാർട്ട്ണർ എന്നാണ് വാസവൻ വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം ചെയ്തപ്പോൾ പറഞ്ഞത്. എന്നിട്ട് അത് ചൂണ്ടിക്കാണിച്ച KC വേണുഗോപാലിനെ കാലൻ എന്ന് വിളിക്കുന്ന ഏറ്റവും അപമാനകരമായ പ്രസ്താവനയാണ് പൊതുമരാമത്ത് മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അദ്ദേഹം അതിന് മാപ്പ് ചോദിക്കുകയാണ് വേണ്ടത്. മോഡിയും പിണറായിയും തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ഈ അഴിമതികളെ മൂടി വെക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഇത് കൈക്കൂലിപ്പണം എന്ന് പറഞ്ഞതിൽ ഒരു പിശകുണ്ടോ എന്ന്? ഒരു പിശകുമില്ല. കാരണം എല്ലാ തെരഞ്ഞെടുപ്പ് സമയത്തും 4, 5, 6 മാസം പെൻഷൻ കൊടുക്കാതെ അവസാനം എടുത്ത് കൊടുത്തിട്ട് ബോധപൂർവം കുടിശ്ശികയാക്കി അവസാനം എടുത്ത് കൊടുക്കുക. എന്നിട്ട് പിണറായി വിജയൻ വന്നാലേ ഇത് ഇനിയും കിട്ടൂ എന്നും പറഞ്ഞ് കൊടുക്കുകയാണ്. അത് അഴിമതിയല്ലേ? പിന്നെ എന്താണ്? കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 4 മാസത്തെ പെൻഷൻ ഒരുമിച്ച് കൊടുത്തു. എന്നിട്ട് പറയാണ് ഞങ്ങളിതാ പെൻഷൻ തരികയാണ്, ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം. ഈ അൻവറിനെ കൈകാര്യം ചെയ്യാൻ ചെറിയ പിഴവ് പറ്റിയെന്ന് കരുതുന്നു. ഞാൻ ചർച്ച ചെയ്തത് തെറ്റായി പോയെന്ന് എനിക്ക് തോന്നുന്നു. ഈ അൻവറുമായി ചർച്ച ചെയ്തത് തെറ്റായി പോയെന്ന്? പിന്നെ അല്ലാണ്ട് ആഭ്യന്തര വകുപ്പോ വേറെ വനംവകുപ്പൊക്കെ ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു. ഇവിടുത്തെ പോരാട്ടം UDFും LDFും തമ്മിലാണ്. ദേശീയപാത വിഷയം വളരെ കൃത്യമായി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഉയർത്തുന്നതിനുള്ള ഒരു നീക്കവും അദ്ദേഹം ആരംഭിച്ചിരിക്കുന്നു. ഇനി വരുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശക്തമായി ഈ വിഷയം മണ്ഡലത്തിൽ ഉന്നയിക്കാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം.